ഗൈസ്, ഇന്നാണ് നമ്മള് കോളേജിലെ ഫ്രഷേഴ്സ് ഡേ. അപ്പൊ അതിന് വേണ്ടിട്ട് പോവാൻ രാവിലെ തന്നെ എണീച്ചു. എന്തോ ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല. അങ്ങനെ പിന്നെ കുറച്ച് കാത്തുന്നതിന് ശേഷം നമ്മള് കോളേജ് ബസ് വന്നു. ഇനി അവിടെ എത്തിയിട്ട് കാണാം. രാവിലെ ഞങ്ങൾ നേരത്തെ എത്തി, കാരണം 10 മണിക്കാ പ്രോഗ്രാം തുടങ്ങുള്ളൂ. 10:10 അപ്പൊ പിന്നെ ഞങ്ങൾ നേരത്തെ എത്തി അവിടെ ഒന്ന് ചുറ്റിക്കാൻ. അങ്ങനെ പിന്നെ ആദ്യം തന്നെ അറ്റൻഡൻസ് ആണല്ലോ, അത് മുഖ്യം. അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ വേറെ പരിപാടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനാഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നു നമ്മള് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള ഗഫൂർ കേട്ടോ. എന്നാണത് എവിടെ കണ്ടു കഴിഞ്ഞാൽ അത് നിർബന്ധമാണല്ലോ. ഫസ്റ്റ് തന്നെ കാടമുട്ട ട്രൈ ചെയ്ത് അവിടെ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യും. അല്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒത്തൊരുമയാണ്. നമ്മളെന്ത് ചെയ്യും, ഒരു കടി വാങ്ങിയിട്ട് അത് 4 ആളും കൂടെ ഷെയർ ചെയ്യും. ഷെയറിങ് സ്കെയർ. ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിന്നുമ്പോ പക്ക ഡീസന്റ് ആണ്. അങ്ങനെ പിന്നെ ഉച്ചക്ക് ബിരിയാണി തിന്നാനും വേണ്ടി ദമ്മൻകോല് പോയപ്പോഴാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ബ്രോക്കുട്ടൻ അവിടെ കാണുന്നത്. അങ്ങനെ പിന്നെ അവിടുത്തെ ബിരിയാണി അവിടെ എത്തി. ഇനി തിന്നിട്ട് കാണാം, അതാണ് ഏറ്റവും ബെറ്റർ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, മസ്റ്റ് ട്രൈ ആണ്. അങ്ങനെ പിന്നെ ബ്രോക്കുട്ടനോട് പോയതിനു ശേഷം വീണ്ടും ഞങ്ങൾ കോളേജിലേക്ക് പോയി. ഇനിയാണ് കാര്യമായിട്ടുള്ള പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ മാഗസിൻ പ്രകാശനം. മെല്ലെ മെല്ലെ ഞങ്ങൾ ഓരോരോ പരിപാടികൾ തുടങ്ങും. അതിനു വേണ്ടി മുന്നേ തന്നെ സീറ്റ് അടിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഓരോരോ പരിപാടികളായിട്ട് തുടങ്ങി. പരിപാടി കഴിയാൻ ഒരു 6 മണിയൊക്കെ അയക്കണം. ഇതാണ് ഞങ്ങൾ കോളേജിലെ മാഗസിന്റെ പ്രോഗ്രാം ആയിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ. പിന്നെ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകും. അതിനിടയിലാണെങ്കിലും വണ്ടി കാത്തുക്കുമ്പോഴാണ് നമ്മളൊരു കുതിരനാണ്. അതിനെ വെറുതെ വിടില്ല, അതിനൊരു ഗ്ലാസ് വെച്ചെടുത്ത് സുന്ദരനാക്കി. അങ്ങനെ പിന്നെ കുറച്ച് കാത്തുന്നതിന് ശേഷം വണ്ടി കിട്ടി. ഇനി നേരെ വീട്ടിലേക്ക് നടക്കുമ്പോ പൊതുവെ എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ വേണം, അത് നിർബന്ധം. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ള.